नित्यानंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौरभक्तवृंद ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्ता राधा कान्ता नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूगं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 4-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സെക്ഷൻ രാധാറാണി ഗോപികമാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതിനുശേഷം രാധാറാണിയാണ് ഗോപിക ചൂടാമണി എന്നുള്ളത് ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപി ശ്രീമതി രാധാറാണിയാണ്. ഗോപിക ചൂടാമണി എന്ന് വിളിക്കുന്നു രാധാറാണിയെ. പിന്നീട് രാധാകുണ്ടിനെക്കുറിച്ചും പത്മപുരാണത്തിൽ പറയുന്നത് അല്ലേ, രാധാകുണ്ടും കൃഷ്ണൻ ഒരുപാട് പ്രിയപ്പെട്ടതാണ്. യഥാ രാധാ പ്രിയ വിഷ്ണു തസ്യ കുണ്ടം പ്രിയം തഥാ സർവ ഗോപീഷു സൈവൈക്യ വിഷ്ണുർ അത്യന്ത വല്ലഭ. അത് നമ്മൾ കണ്ടു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നു, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി 214-ാമത്തെ ശ്ലോകം മുതൽ 219-ാമത്തെ ശ്ലോകം വരെ ശ്രീമതി രാധാറാണിയാണ് ഗോപിക ചൂടാമണി എന്നുള്ളത് അദ്ദേഹം വീണ്ടും അവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം 218-ാമത്തെ ശ്ലോകം. ഓക്കെ, 217-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, രാധാസഹ ക്രീഡരസ വൃദ്ധിര കാരണ ആരസഭ ഗോപിഗണ രസോപകരണമാണ്. അതായത് ഗോപികമാരുടെ റോൾ എന്താണ്? രാധാകൃഷ്ണ ലീലയിൽ അവരെ സഹായിക്കുക, ലീലകളിൽ അസിസ്റ്റ് ചെയ്യുക. ഇതാണ്
ഗോപികമാരുടെയും മഞ്ജരിമാരുടെയും അല്ലെങ്കിൽ സഖിമാരുടെയൊക്കെ അവർ ചെയ്യുന്ന അവരുടെ സർവീസ് അതാണ്. അപ്പോൾ അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്നു, അതേപോലെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്യുന്നു, ലീലകൾക്ക് വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നു. അതാണ് പറയുന്നത് രസ ഉപകരണ. ആര്? ഗോപികണ, എല്ലാ ഗോപികമാരും. ഓക്കെ. 218. കൃഷ്ണേര വല്ലഭരാധ കൃഷ്ണ പ്രാണധന താഹ വിനു സുഖ ഹേതോ നഹേ ഗോപിഗണ. കൃഷ്ണേര വല്ലഭരാധ കൃഷ്ണ പ്രാണധന താഹ വിനു സുഖ ഹേതോ നഹേ ഗോപിഗണ. കൃഷ്ണേര വല്ലഭരാധ കൃഷ്ണ പ്രാണധന താഹ വിനു സുഖ ഹേതു നഹേ ഗോപിഗണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. യെസ്, വായിക്കും. ഹരേ കൃഷ്ണ. കൃഷ്ണേര വല്ലഭരാധ കൃഷ്ണ പ്രാണധന തൻഹ വിനു സുഖ ഹേതു നഹി ഗോപിഗണ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കൃഷ്ണന്റെ ഉറ്റ പ്രിയതമയായ രാധ അവിടുത്തെ പ്രാണധനമാണ്. അവളില്ലാതെ ഗോപികമാർക്ക് അവിടുന്ന് ആനന്ദം നൽകാനാവില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധയെക്കുറിച്ച് പറയാണ്. രാധ എന്ന് ശ്രീമതി രാധാറാണി കൃഷ്ണ പ്രാണധന. ഭഗവാൻ കൃഷ്ണൻ്റെ എല്ലാമാണ്. പ്രാണധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധയില്ലാതെ പ്രാണനില്ല കൃഷ്ണൻ. കൃഷ്ണനെയും രാധയും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് പറയുന്നത്. കൃഷ്ണൻ പൂർണ്ണമാവുന്നത് രാധാറാണിയും കൂടെ ഉള്ളപ്പോഴാണ്. കാര്യം ഒരു ശക്തി എന്ന് പറഞ്ഞ ഹ്ലാദിനി ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ രസങ്ങളും ആസ്വദിക്കുക എന്ന് പറയുന്നത്, രസങ്ങളാണെങ്കിലും ഭാവങ്ങളാണെങ്കിലും അത് ആന്തരിക ശക്തിയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് രാധാറാണിയാണ് അധിഷ്ഠാത്രി ദേവി. സോ രാധാറാണി എപ്പോഴും കൃഷ്ണൻ്റെ കൂടെ തന്നെയുണ്ട്. കൃഷ്ണ പ്രാണധന, ഭഗവാൻ കൃഷ്ണൻ്റെ പ്രാണനാണ് ശ്രീമതി രാധാറാണി. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ. പിന്നെന്താണ് പറയുന്നത്? രാധാറാണി ഇല്ലാതെ മറ്റുള്ള ഗോപികമാർക്ക് കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല. രാധാറാണിയുടെ കാരുണ്യം കൊണ്ടാണ് മറ്റുള്ള ഗോപികമാരെല്ലാവർക്കും ഭഗവാനെ സെർവ് ചെയ്യാനും രാധാറാണിയെ സെർവ് ചെയ്യാനും സാധിക്കുന്നത്. രാധാറാണിയാണ് അതിനുള്ള അവസരം ഉണ്ടാക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അത് സഖിമാരുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കാര്യമാണെങ്കിലും. ഭക്തി എന്ന് പറയുന്ന ഹ്ലാദിനി ശക്തി ഉള്ളത് കൊണ്ടാണ്, ഹ്ലാദിനി ശക്തിയാണ് ഒരു ഭക്തനെയും ഭഗവാനെയും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ടാവുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ ഒരു ആന്തരിക ശക്തി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഭക്തന് ഒരിക്കലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഭക്തിയുത സേവനങ്ങളിൽ ഒരു ആനന്ദം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഹ്ലാദിനി ശക്തിയാണ്. ഹ്ലാദിനി ശക്തി രാധാറാണിയാണ്. അപ്പോൾ രാധാറാണിയാണ് നമ്മളെപ്പോലുള്ളവർക്ക് പോലും ഭഗവത് സേവനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ആ കാരുണ്യം തരുന്നത്. രാധാറാണിയുടെ കാരുണ്യം അതുകൊണ്ട് എപ്പോഴും വേണമെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. ശ്രീമതി രാധാറാണി ഇല്ലെങ്കിൽ പിന്നെ ഭക്തിയുത സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ ഭാവത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. രാധാറാണിയുടെ കാരുണ്യം കൊണ്ട് രാധാറാണി നമുക്ക് അവസരം തരുവാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് എല്ലാ സഖിമാർക്കും, എല്ലാവർക്കും. എന്തിനു പറയും സഖിമാർ? മറ്റുള്ള ഏത് രസത്തിലാണെങ്കിലും, അത് വാത്സല്യരസമാണെങ്കിലും സഖ്യരസമാണെങ്കിലും നേരിട്ട് രാധാറാണി അവിടെ പോയി സഹായിക്കുന്നത് അങ്ങനെയല്ല. നേരിട്ട് ചിലപ്പോൾ അവരുടെ ലീലകളിൽ പങ്കെടുക്കുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ ഹ്ലാദിനി ശക്തി എല്ലായിടത്തും ഉണ്ട്. നമ്മളും ഭഗവാനും തമ്മിലുള്ള ഭക്തിയുത സേവനങ്ങളിൽ ഹ്ലാദിനി ശക്തി ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു. അതേപോലെ തന്നെയാണ് മറ്റുള്ള ഏത് രസത്തിലും, വാത്സല്യരസമാവട്ടെ സഖ്യരസമാവട്ടെ, അവിടെ ഒരു പ്ലഷറുണ്ട് അല്ലേ? അവിടെ ഒരു ആനന്ദം എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. രണ്ട് കൂട്ടർക്കും, കൃഷ്ണനും തോന്നുന്നു, കൃഷ്ണനും ആനന്ദത്തിൽ അദ്ദേഹത്തിനും സന്തോഷം കിട്ടുന്നു അല്ലേ? സഖാക്കളുടെ കൂടെ ലീലകൾ ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ സഖാക്കൾക്കും കൂട്ടുകാർക്കും അവർക്കും ആനന്ദമുണ്ട്. അവർ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ്. അപ്പോൾ ഈ ഏത് റിലേഷനിലുമുള്ളൊരു പ്ലഷർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആനന്ദം എന്ന് പറയുന്ന എലമെൻറ്റ് ഹ്ലാദിനി ശക്തി ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കൃഷ്ണ
രാധാകൃഷ്ണ ഏക ആത്മാ ദൂഹി ദേഹധാരി. രണ്ടുപേരും ഒന്നാണ്, ഏകാത്മ ഒന്നാണ് എപ്പോഴും. പക്ഷേ രസാസ്വാദനത്തിന് വേണ്ടി മാത്രം അവർ രണ്ടായി വരുന്നു. അതാണ് ഇവിടെ ഗോപികമാരുടെ കാര്യം പറഞ്ഞാലും ഗോപികമാർക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്നതും അവർക്ക് ഭഗവാൻ കൃഷ്ണൻ ആനന്ദം കൊടുക്കാൻ സാധിക്കുന്നതും രാധാറാണി ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. ഈ ശ്ലോകത്തിൽ പറയുന്നത് താഹാവിനു രാധയില്ലാതെ, വിനു പറഞ്ഞ് ഇല്ലാതെ, സുഖഹേതു നഹെ ഗോപികണ, ഒരു ഗോപികമാർക്കും ഒരു ആനന്ദവും കൃഷ്ണന് കൊടുക്കാൻ സാധിക്കില്ല രാധാറാണി ഇല്ലാതെ. അതാണ്. ഈവൻ എന്തിനു പറയണം, ചന്ദ്രാവലിയുടെ കാര്യം പറയുമ്പോഴും നമ്മൾ പറയും ചന്ദ്രാവലി എന്ന് പറയുന്ന ആക്ച്വലി രാധാറാണി, അത് ചന്ദ്രാവലിയും അവിടെ ഉള്ളതാണ്, സഖീഗണങ്ങളിലുള്ളതാണ്. പക്ഷേ രാധാറാണിയുടെ ഓപ്പോസിറ്റ് ക്യാമ്പ് എന്ന് പറയിച്ചാലും അവരും ചന്ദ്രാവലിയും രാധാറാണിയുടെ ഒരു എക്സ്പാൻഷൻ തന്നെയാണ്. പിന്നെ ഇവരുടെ ലീലകൾക്ക് ഒരു സ്പെഷ്യൽ, ലീലകൾക്കുള്ള ആ മാധുര്യം കൂട്ടാൻ വേണ്ടിയിട്ട് പല പല വെറൈറ്റി ആയിട്ടുള്ള ഭാവങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രാവലി പോലുള്ളവർ വരുന്നത്. കാര്യം ചന്ദ്രാവലിയുടെ കൂടെ പോയി എന്ന് പറഞ്ഞ് രാധാറാണി പിണങ്ങുന്നു. അപ്പം മാൻ എന്ന് പറയുന്നൊരു ഭാവമുണ്ട്. അപ്പോൾ അത് അനുഭവിക്കണമെങ്കിൽ ചന്ദ്രാവലി ആവശ്യമാണ് അവിടെ, അല്ലെങ്കിൽ അതേപോലെ ഒരാൾ അവിടെ ആവശ്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും എന്തിനു പറയണം, അഭിമന്യു എന്ന് പറയുന്ന ക്യാരക്ടർ കേട്ടിട്ടുണ്ടാവും. രാധാറാണിയുടെ ഭർത്താവ് എന്ന് പറയുന്ന അഭിമന്യു കൃഷ്ണൻ്റെ എക്സ്പാൻഷനാണ്. അത് പറയുന്നുണ്ട് ശാസ്ത്രങ്ങളിൽ, അത് പറയുന്നുണ്ട് നമ്മുടെ ആചാര്യന്മാർ. എന്തിനു വേണ്ടിയിട്ടാണ് അഭിമന്യുവും ജട്ടില കുട്ടിലെയൊക്കെ? ആക്ച്വലി ആ പരകീയ രസം എന്ന് പറയുന്നത് ഗോലോക വൃന്ദാവനത്തിൽ മാത്രമുള്ളത്. പരകീയ രസത്തെ ഒന്ന് അതിൻ്റെ ആ ഒരു അത് ശരിക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നത് വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല. ആ പരകീയ രസം ശരിക്കും ആവുന്നത് കാര്യം സ്വകീയ രസമാവുമ്പോൾ, അതായത് എന്താണ് വ്യത്യാസം വരുന്നത് ഗോലോക വൃന്ദാവനത്തിലും അതേപോലെ തന്നെ ദ്വാരകയിലും മധുരയിലും? ദ്വാരകയിലും നോക്കിക്കഴിഞ്ഞാൽ ദ്വാരകയിൽ എങ്ങനെ കൃഷ്ണനും രാജ്ഞിമാരും തമ്മിലുള്ള റിലേഷൻ ഹസ്ബൻഡ് വൈഫ് എന്ന റിലേഷനാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജട്ടില കുട്ടില, ഇവിടെ രാധാറാണി അഭിമന്യുവിനെ വിവാഹം കഴിക്കുന്നു അല്ലേ? നമ്മൾ ഭൗമ വൃന്ദാവനത്തിലെ ലീലകൾ നോക്കുമ്പോൾ അങ്ങനെ കാണാം അല്ലേ? നമുക്ക് കേട്ടിട്ടുണ്ടാവും. ശരിക്കും എന്തിനാണ്? കൃഷ്ണൻ്റെ എക്സ്പാൻഷനാണ്. രാധാറാണി വേറെ ആർക്കും തൊടാൻ പോലും സാധിക്കില്ല കൃഷ്ണനല്ലാതെ. പക്ഷേ ആ പരകീയ രസത്തെ ശരിക്കും മനസ്സിലാക്കുവാനും അല്ലെങ്കിൽ അത് ശരിക്കും ആസ്വദിക്കാനും വേണ്ടി അതേപോലെ ഓരോ ക്യാരക്ടേഴ്സിനെയും അവർ തന്നെയാണ് ലീലകളിൽ അറേഞ്ച് ചെയ്യുന്നത്. കൃഷ്ണനും രാധാറാണിയും ചേർന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഒരു നാടകമല്ല. അതെല്ലാം ആന്തരിക ശക്തി ഉപയോഗിച്ച് വേണ്ട സമയങ്ങളിൽ അതിനെ മറച്ച് അത് ശരിക്കും അത് എൻജോയ് ചെയ്യുന്നു, അല്ലെങ്കിൽ ശരിക്കും അവർ അനുഭവിക്കുന്നു. ഇതാണ്. അപ്പോൾ അഭിമന്യു എന്ന് പറയുന്ന ജട്ടില കുട്ടിലൊക്കെ ഇവരെല്ലാവരും രാധാകൃഷ്ണ ലീലകളിൽ അവർ അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗോപികമാർ ചെയ്യുന്നത് അസിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ അല്ലേ? നേരത്തെ എന്താ പറയുന്നത്, രസ ഉപകരണ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് അവരും ഉപകരണം തന്നെയാണ്. എന്നാൽ വേറെ രീതിയിൽ അവർ പങ്കെടുക്കുന്നു ലീലകളിൽ. അപ്പോൾ ലീലകളുടെ സ്വീറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിമനോഹരമാണ്. നമ്മുടെ ചിന്തയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ആയിരിക്കാം, പക്ഷേ ഇതാണ് സത്യം. 219 ശ്ലോകം. കാംസാരീർ അപി സംസാരാ വാസനാബദ്ധ ശൃംഖലം രാധാമാധായ ഹൃദയേ തത്യാജാ വ്രജസുന്ദരേ. യെസ്. ഹരേ കൃഷ്ണ. സംസാരീരപി സംസാര വാസനാബദ്ധ ശൃംഖലാം രാധാമാധായ ഹൃദയേ ത്യജ്യാജാവ്രജസുന്ദരീം. വിവർത്തനം ഭാവാർത്ഥം എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കംസാരിയായ ശ്രീകൃഷ്ണൻ രാസനൃത്തവേളയിൽ ഗോപീഗണങ്ങളെയെല്ലാം ഉപേക്ഷിക്കുകയും രാധാറാണിയെ ഹൃദയത്തിലേറ്റുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ ഭഗവാന്റെ അഭിലാഷങ്ങളുടെ സാരം അനുഭവിക്കുന്നതിൽ അവിടുത്തെ സഹായിയാണ് അവൾ. ഭാവാർത്ഥം. ഗീതാഗോവിന്ദത്തിൽ 3:1 നിന്നുള്ള ഈ ശ്ലോകത്തിൽ
ജയദേവ ഗോസ്വാമി ശ്രീകൃഷ്ണൻ രാധാറാണിയെ അന്വേഷിച്ച് രാസലീല ഉപേക്ഷിച്ചു പോകുന്ന രംഗം വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇപ്പം ഇവിടെ ഗീതാഗോവിന്ദിലെ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിരുന്നു ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. രാസലീലയിൽ നമുക്കറിയാം രാധാറാണി ഗോപികമാരെ അദ്ദേഹം മാറ്റി നിർത്തി അദ്ദേഹം പോകുന്നു, അവിടുന്ന് രക്ഷപ്പെടുന്നു രാധാറാണിയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ അതാണ് കാര്യം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാധാറാണി കൃഷ്ണൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കൃഷ്ണൻ എപ്പോഴും രാധാറാണി ഇല്ലാതെ സാധിക്കില്ല. അപ്പോൾ എല്ലാ രസാസ്വാദനത്തിനും രാധാറാണിയുടെ ഒരു പ്രസൻസ് ഇല്ലാതെ കൃഷ്ണൻ ആസ്വദിക്കാനും സാധിക്കില്ല. അപ്പോൾ ഗോപികമാരുടെ കൂടെ മാത്രം കൃഷ്ണൻ നിൽക്കുവാണെങ്കിൽ രാധാറാണി അവിടെ ഇല്ലെങ്കിൽ അവിടെ ഹ്ലാദിനി ശക്തി ഇല്ലെങ്കിൽ എങ്ങനെ ആസ്വാദനം രണ്ട് കൂട്ടർക്കും ഉണ്ടാവില്ല. കൃഷ്ണനും ഇല്ല, ഗോപികമാർക്കും ഇല്ല. അതുകൊണ്ട് എപ്പോഴും കൃഷ്ണൻ എല്ലാ സമയത്തും ഇവിടെ രാസലീലയിലും ശ്രീമദ് രാധാറാണിയുടെ കൂടെ തന്നെയുണ്ട് എപ്പോഴും അല്ലേ. രാധാറാണി അത് കഴിഞ്ഞ് പിന്നീട് കൃഷ്ണനിടയ്ക്ക് അവിടുന്ന് മാറുന്നതും പിന്നെ രാധാറാണിയുടെ അടുത്ത് പോകുന്നതും ഒക്കെ നമുക്കറിയാം. പല ലീലകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇതാണ് എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു അവസരത്തിൽ ഗോപികമാരും എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുന്ന കൂട്ടത്തിൽ രണ്ടുപേരും കൂടെ ഒരു മുങ്ങുന്നതാണ് ഇവിടെ പറയുന്നത് ഗീതാഗോവിന്ദിൽ. കൃഷ്ണനും രാധയും കൂടെ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമാവുന്നു. അതും സംഭവിക്കുന്നുണ്ട്, അതും ചെയ്യുന്നുണ്ട് അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ട്. എന്നാൽ അപ്പോൾ ഇതാണ്, അപ്പോൾ രണ്ടുപേരും എപ്പോഴും കൂടെയുണ്ട്. എന്നാൽ ഈ ഗോപികമാർക്കൊക്കെ എത്രയോ കണക്കാ പറയുന്നത്, കണക്ക് പോലും പറയാൻ സാധിക്കില്ല. അത്രമാത്രം ഗോപികമാരാണ് രാസലീലയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇവർക്കെല്ലാവർക്കും അവസരം കൊടുക്കുന്നത് ശ്രീമതി രാധാറാണിയാണ്. രാസലീലയിൽ പങ്കെടുക്കാൻ, കൃഷ്ണൻ്റെ കൂടെ രാസലീലയിൽ പങ്കെടുക്കാൻ ഒരു അവസരം കൊടുക്കുന്നത് രാധാറാണിയാണ്. അപ്പോൾ രാധാറാണിക്ക് എല്ലാവരോടും കാരുണ്യം മാത്രമേ ഉള്ളൂ. കാരുണ്യമൂർത്തിയാണ് രാധാറാണി. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം നമ്മൾ പറയും. മഹാപ്രഭു മഹാവദന്യായ എന്ന് പറയും. അപ്പോൾ ഈ കാരുണ്യം എവിടുന്നാണ് വരുന്നത്? ശ്രീമതി രാധാറാണിയുടെ മഹാകാരുണ്യം. കൃഷ്ണൻ്റെയും രണ്ടുപേർക്കും ഉണ്ട്. രണ്ടും കൂടെ കൂടുമ്പോഴാണ് അത് മഹാവദന്യായനാവുന്നത്. ശ്രീമതി രാധാറാണി ഒരുപാട് കാരുണ്യത്തിൻ്റെ മൂർത്തിഭാവമാണ് ശരിക്കും. എല്ലാവരും ഭക്തിയിൽ ഒരു ഭക്തൻ പൂർണ്ണമായിട്ടും അതുകൊണ്ട് രാധാറാണിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആശ്രയിക്കുന്നു. ആശ്രയ വിഗ്രഹമാണ് ശ്രീമതി രാധാറാണി. ഓക്കെ, അടുത്ത ശ്ലോകം. സെയ് രാധാര ഭാവലായ ചൈതന്യവതാര യുഗധർമ്മ നാമ പ്രേമ കൈല പരചാര. യെസ്. ശ്രീരാധാര ഭവലന ചൈതന്യവതാര യുഗധർമ്മ നാമ പ്രേമ കൈല പരചാര. വിവർത്തനം. ശ്രീലപ്രഭാത് വിജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ മനോഭാവത്തിൽ അവതരിച്ചു. അവിടുന്ന് ഈ യുഗത്തിന്റെ ധർമ്മമായ നാമസങ്കീർത്തനവും ശുദ്ധമായ ഭഗവത് പ്രേമവും പ്രചരിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വരുവാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ ശ്രീ ലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, നമുക്കറിയാം ശ്രീമതി രാധാറാണിയുടെ ഭാവം എങ്ങനെ സ്വീകരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ മുഴുവനും പറയുന്നത് അല്ലേ. ആന്തരിക കാരണം, ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ഭാവമായിട്ടാണ് വരുന്നത്, ഹൃദയമായിട്ടാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ പ്രചരണം ചെയ്തു. കലിയുഗത്തിലെ യുഗധർമ്മ നാമപ്രേമ കൈലപ്രചാരം. യുഗധർമ്മം എന്താണ്? ഹരിനാമം അല്ലേ. ഹരിനാമ സങ്കീർത്തനം. നാമപ്രേമ സാധാരണ നാമമല്ല, പ്രേമ നാമ. ഗോലോകേര പ്രേമധന ഹരിനാമ സങ്കീർത്തനം. അങ്ങനെ ഈ പ്രേമനാമത്തിലൂടെ കിട്ടുന്നത് എന്താണ്? ശുദ്ധ അല്ലെങ്കിൽ കൃഷ്ണപ്രേമമാണിതിൽ. ഈ ഹരിനാമത്തിൽ ഒളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഹരിനാമത്തിലുള്ളത് കൃഷ്ണപ്രേമമാണ്.
അതെങ്ങനെയായിരിക്കണം ജപിക്കേണ്ടത്, എങ്ങനെയായിരിക്കണം കീർത്തനത്തിൽ പാടേണ്ടത് എന്നുള്ളതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ അവതാരത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തൃണാദപി ശുനീചേന തരോരപി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. അവിടെ പറയുന്നു കീർത്തനീയ സദാഹരി. ശരിക്കും ആ ഒരു ഭാവത്തിൽ കീർത്തനം സദാസമയം ചൊല്ലാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? ആർക്കാണ്? തൃണാദപി ശുനീചേന. ആർക്കാണോ വിനയമുള്ളത്, ആരാണോ എല്ലാം ടോളറേറ്റ് ചെയ്യുന്നത്, ആരാണോ എല്ലാവരെയും ബഹുമാനിക്കുന്നത്, അതേപോലെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു കയ്യടിയും ഒരു അപ്രീസിയേഷനും ഒന്നും പ്രതീക്ഷിക്കാതെ ആ ഒരു ഭാവത്തിൽ മറ്റുള്ളവരോട് എപ്പോഴും സ്നേഹത്തിൽ അല്ലെങ്കിൽ കാരുണ്യം കാണിച്ചുകൊണ്ട് വളരെ വിനയത്തോടു കൂടിയിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർക്ക് അതാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ കീ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആണ് ഈ ശുദ്ധ കൃഷ്ണ പ്രേമം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. അതാണ് അതിൻ്റെ മാർഗം. അതുകൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു നേരിട്ട് കാണിച്ചു തരുവാണ് എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ളത്. ശിഖായ ശരണാഗതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് പഠിപ്പിക്കുന്നു മഹാപ്രഭു. എങ്ങനെയായിരിക്കണം വൈഷ്ണവർ ഒരു ഭക്തൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം എന്നാണ് മഹാപ്രഭു പറഞ്ഞു തരുന്നത്, പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നാമം കൊണ്ടുവന്നു ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ഗോലോക വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിൽ ചൊല്ലുന്ന അതേ നാമം തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അവിടുത്തെ സഖിമാരും അല്ലെങ്കിൽ ശ്രീമതി രാധാറാണിയും ഒക്കെ. ശ്രീമതി രാധാറാണി ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുമ്പോൾ ഹരി എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും. ഹരേ നമ്മൾ ചൊല്ലുമ്പോൾ ഹരേ രാധാകൃഷ്ണ അല്ലേ. ഹരേ എന്ന് പറയുമ്പോൾ രാധ കൃഷ്ണൻ രാമനും കൃഷ്ണൻ തന്നെ, അങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത്. ആ ഭാവത്തിലാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷേ രാധാറാണി ചൊല്ലുമ്പോൾ എല്ലാം ഹരിയും കൃഷ്ണനും രാമനും മാത്രമായിരിക്കും. അപ്പോൾ ഈ 16 അക്ഷരം മുഴുവനും കൃഷ്ണനാമമായിരിക്കും. നമ്മൾ ചൊല്ലുന്നത് യുഗല മന്ത്രമാണ്, സെയിം മന്ത്രമാണ്. അതാണ് ഒരു മന്ത്രത്തിനും പല അർത്ഥങ്ങളും പല ഭാവങ്ങളും ഉണ്ട് അല്ലേ. നമ്മൾ ഏത് ഭാവത്തിലാണ് കാണുന്നത്? ഇപ്പോൾ ഹരേകൃഷ്ണ മഹാമന്ത്രത്തെ രാമൻ്റെ സ്ഥാനത്ത് അവിടെ ശ്രീരാമചന്ദ്ര ഭഗവാനെ ആരെങ്കിലും ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നു, കൂട്ടത്തിൽ രണ്ടാമത് നമ്മൾ ഹരേ രാമ എന്ന് ചൊല്ലുമ്പോൾ ഇനി ശ്രീരാമചന്ദ്ര ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആ സമയത്ത് എന്ന് വെച്ചാൽ ഓക്കെ, നോ പ്രോബ്ലം, മന്ത്രം ആ റിസൾട്ട് തരും, കുഴപ്പമില്ല. എന്നാൽ അത് രാധാരമൺ കൃഷ്ണനാണെങ്കിൽ അത് അങ്ങനെ. ഹരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരി എന്നോ ഹര എന്ന് പറഞ്ഞ രാധാറാണിയുടെ പേരാണ്. അപ്പോൾ ഹര എന്നാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, രാധാറാണി എന്നാണ് ഉദ്ദേശിക്കുന്നത്, യുഗലനാമമായി മാറിയത്. ഹരേകൃഷ്ണ മഹാമന്ത്രം അത്രയും പൊട്ടൻസി ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഭാവത്തിൽ അത് ചൊല്ലുന്നു അതനുസരിച്ചിട്ട്. ചിലവർ ബലരാമനെയും കൃഷ്ണനെയുമാണ്. കൃഷ്ണ രാമ എന്ന് രണ്ടാമത് ബലരാമൻ എന്ന് പറയുന്നു. ഓക്കെ, ബലരാമനായിക്കോട്ടെ, കുഴപ്പമില്ല. കൃഷ്ണ രാമകൃഷ്ണ. ജലധര ശശിവർണോ ഗോപവേശോ കിശോരോ സഹജരഗണവൃന്ദേ ക്രീഡമാനോ വ്രജേശോ നടവരജിതവേശോ നീലപീതാംബരാഢ്യോ ജഗത ജനന ഹേതു രാമകൃഷ്ണോ നതോസ്മി. രാമകൃഷ്ണൻ, അവിടെ രാമകൃഷ്ണൻ ബലരാമനും കൃഷ്ണനുമാണ്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകമാണ് വേറെ ഒരു ശാസ്ത്രത്തിലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഗോലോക വൃന്ദാവനത്തിൽ അതുകൊണ്ട് രാധാറാണി ചൊല്ലുമ്പോൾ അത് ഹരിയാവും. ഹരേ എന്ന് ചൊല്ലുന്നുണ്ടെങ്കിലും ഹരി ആയിരിക്കും ഹൃദയത്തിനുണ്ടാവുന്നത്, ആ ഭാവത്തിലായിരിക്കും. നമ്മൾ ചൊല്ലുമ്പോൾ നമ്മുടെ ആചാര്യന്മാരും ശീലപ്രഭുപാജിയും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഗോസ്വാമിമാരും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഹരേ കൃഷ്ണ മഹാമന്ത്രം യുഗല മന്ത്രമായിട്ടാണ്. നമ്മൾ ആ ഭാവത്തിൽ രാധാകൃഷ്ണ എന്നുള്ളൊരു ഭാവത്തിലാണ് നമ്മൾ ചൊല്ലുന്നത്. അതാണ് ഗൗഡീയ വൈഷ്ണവരുടെ ഭാവം. അപ്പോൾ അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ അവതരിക്കുന്നു. സെയ് ഭാവേ നിജ വാഞ്ച കരില പുരാണ അവതാരേര ഏ വാഞ്ച മൂല കാരണ. അടുത്ത ശ്ലോകം 221. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. സേയ് ഭാവേ നിജ വാഞ്ച കരീല പൂരണ അവതാരേര ഏയ് വാഞ്ച മൂലകാരണ. ശ്രീല പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ അവിടുന്ന് സ്വന്തം ഇച്ഛകളെയും പൂർത്തീകരിക്കുന്നു. അവിടുത്തെ അവതാരത്തിന്റെ മുഖ്യ കാരണം ഇതാണ്. ഹരേ കൃഷ്ണ.
രാധാറാണിയുടെ ഭാവത്തിൽ വന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ കൃഷ്ണനാണ്, ചൈതന്യ മഹാപ്രഭു കൃഷ്ണനാണ്. എന്നാൽ ഭാവം രാധാറാണിയുടെയാണ്. എന്തിനാണ് രാധാറാണിയുടെ ഭാവം എടുക്കുന്നത്? രാധാറാണിയുടെ ഭാവം എന്താണെന്ന് ആസ്വദിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണം, ഒരു ശർക്കര കഷ്ണവും ഉറുമ്പും. അപ്പോൾ ഉറുമ്പ് വന്ന് കഴിക്കുമ്പോൾ ഉറുമ്പ് എൻജോയ് ചെയ്യുന്നു, ആ മധുരം, ശർക്കരയിലെ മധുരം എൻജോയ് ചെയ്യുന്നു. പക്ഷേ ശർക്കര ചിന്തിക്കുന്നു, ഇതെങ്ങനെയാണ്, എത്ര മധുരം എനിക്കുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ശർക്കര ചിന്തിക്കുകയാണ്, ഞാൻ ഉറുമ്പായി കഴിഞ്ഞാൽ എനിക്കറിയാം, ഇതേപോലെ വേറെ ഏതെങ്കിലും ശർക്കര പോയി കഴിക്കുമ്പോൾ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എത്ര സ്വീറ്റ്നെസ് ഉണ്ട് എന്നുള്ളത്. അതേപോലെ കൃഷ്ണൻ ചിന്തിക്കുകയാണ്, ഇത്രമാത്രം രാധാറാണിക്ക് എന്നെ എന്തുകൊണ്ടാണ് ഇഷ്ടം, എന്താണ് രാധാറാണിയുടെ ഭാവം, രാധാറാണിയുടെ ഹൃദയത്തിലുള്ള ഭാവം എന്താണ്, എന്നെ ഇത്രമാത്രം ഇഷ്ടം എങ്ങനെയാണ്, എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്നിൽ ഒരുപാട് ക്വാളിറ്റീസ് കാണുന്നു, അത് ഒരുപാട് ആകർഷണം തോന്നുന്നു രാധാറാണിക്ക്. പിന്നെ ഞാൻ രാധാറാണിയെ സ്നേഹിക്കുമ്പോൾ രാധാറാണിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നു. ഇതൊക്കെ എങ്ങനെയാണ്? അപ്പോൾ രാധാറാണിയുടെ ഹൃദയത്തിൽ നിന്ന് നോക്കുമ്പോൾ അതെങ്ങനെയാണെന്ന് കൃഷ്ണന് മനസ്സിലാവുന്നില്ല. കാര്യം രാധാറാണി അത് ആസ്വദിക്കുന്നത്, അല്ലെങ്കിൽ രാധാറാണിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളും രാധാറാണിയുടെ ഭാവം എക്സ്റ്റേണലി കാണുമ്പോഴേ കൃഷ്ണന് മനസ്സിലാവുന്നില്ല, ഉള്ളിൽ എന്താണ് ഭാവം എന്ന് മനസ്സിലാവുന്നില്ല കൃഷ്ണൻ. അപ്പം അതുകൊണ്ട് അദ്ദേഹം മഹാപ്രഭുവായിട്ട് വരുന്നു രാധാഭാവത്തിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു, ആ ആഗ്രഹമായിരുന്നു ഈ പറയുന്ന 3 കാരണങ്ങൾ, നമ്മളെപ്പോഴും പറയുന്ന ആന്തരിക കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു ഓൾറെഡി. അതായത് ശ്രീമതി രാധാറാണിയുടെ ഭാവം എന്താണെന്നുള്ളത്. 2, കൃഷ്ണനിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണുള്ളത്, രാധാറാണിക്ക് എത്രമാത്രം ആകർഷണം തോന്നുവാൻ വേണ്ടി, അത് കൃഷ്ണൻ അറിയില്ല. നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ, ശർക്കര കഷ്ണവും ഉറുമ്പിൻ്റെയും പോലെ. 3-മത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണൻ രാധാറാണിയോട് സ്നേഹം കാണിക്കുമ്പോൾ രാധാറാണിയുടെ ഉള്ളിൽ തോന്നുന്ന ആ ഭാവങ്ങളൊക്കെ എന്താണ് എങ്ങനെയാണത് രാധാറാണിക്ക് ഫീൽ ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കാനാണ് മഹാപ്രഭുവായിട്ട് ശ്രീ കൃഷ്ണ ഭഗവാൻ വരുന്നത് രാധാറാണിയുടെ ഭാവത്തിൽ. അതാണ് പറയുന്നത്, ഇവിടെ പറയുന്നത് സെയ് ഭാവേ നിജവാഞ്ച. നിജവാഞ്ച എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ സ്വന്തം ആഗ്രഹം, കൃഷ്ണൻ ആഗ്രഹമായിരുന്നു എന്താണെന്ന് അറിയാനെന്നുള്ളത്. അങ്ങനെ അതനുസരിച്ചിട്ടാണ് മഹാപ്രഭുവായിട്ട് വരുന്നത്. അടുത്ത ശ്ലോകം, ശ്രീകൃഷ്ണ ചൈതന്യ ഗോസായി വ്രജേന്ദ്ര കുമാര രസമായ മൂർത്തി കൃഷ്ണ സാക്ഷാത് ശൃംഗാര. ഹരേ കൃഷ്ണ പ്രഭു. ശ്രീകൃഷ്ണ ചൈതന്യ ഗോസാനി വ്രജേന്ദ്ര കുമാര രസമയ മൂർത്തി കൃഷ്ണ സാക്ഷാത് ശൃംഗാര. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭിചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആധ്യാത്മിക രസങ്ങളുടെ മൂർത്തിമത് ഭാവമായ കൃഷ്ണൻ വ്രജേന്ദ്ര കുമാരൻ തന്നെയാണ് ശ്രീകൃഷ്ണ ചൈതന്യൻ. അവിടുന്ന് ശൃംഗാര പ്രധാനമായ രസത്തിന്റെ മൂർത്തിഭാവമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്, വ്രജേന്ദ്രകുമാരനാണ്. അതായത് വ്രജേന്ദ്രകുമാരൻ നമ്മുടെ കൃഷ്ണൻ. ശ്രീകൃഷ്ണ ചൈതന്യ ഗോസായി വ്രജേന്ദ്രകുമാർ, വേറെ ആളല്ല, രണ്ടും ഒരേ വ്യക്തികൾ തന്നെയാണ്, രണ്ടും ഒരേ വ്യക്തികളാണ്. രസമയ മൂർത്തി കൃഷ്ണ, രസമയ മൂർത്തിയാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ സാക്ഷാത് ശൃംഗാരം, അതായത് രസമയ മൂർത്തിയാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ തന്നെയാണ് ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു. അപ്പോൾ അതാണ് പറയുന്നത്. എന്നാൽ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ രസം രാധാറാണിയിൽ ഉണ്ടാവുന്ന രസത്തെ, രാധാറാണിയുടെ ഭാവം മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നിന്നുകൊണ്ട്, കൃഷ്ണൻ എപ്പോഴും അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട്, അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഒഴിച്ച്, രാധാറാണിയുടെ ഫീലിങ്സോ ഡിവോട്ടീസിൻ്റെ ഫീലിങ്സോ അല്ല, കൃഷ്ണൻ എപ്പോഴും രസരാജാണ്. അല്ലേ? ഒരു ഭക്തൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു ഭക്തഭാവത്തിൽ വരുന്നത്. ഭക്തരിൽ വെച്ച് ഭക്ത ചൂടാമണി രാധാറാണി. അതുകൊണ്ട് രാധാറാണിയുടെ പൊസിഷൻ എടുക്കുന്നു, ഭാവം എടുക്കുന്നു. സെയ്രസ, അടുത്ത ശ്ലോകം, സെയ്രസ ആസ്വാദീതേ കൈല അവതാര അനുസംഗേ കൈല സബരസേര പ്രചാര. ഹരേ കൃഷ്ണ. സൈരസ ആസ്വാദിതേ കൈല അവതാര അനുസംഗേ കൈല സബരസേര പ്രചാര. വിവർത്തനം ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ യുഗ്മപ്രേമത്തിന്റെ മാധുര്യരസം ആസ്വദിക്കുന്നതിനും ഒപ്പം എല്ലാ രസങ്ങളും പ്രചരിപ്പിക്കുന്നതിനും അവിടുന്ന് അവതാരം ചെയ്തു. ഹരേ കൃഷ്ണ. അപ്പോൾ കൃഷ്ണൻ അത് ആസ്വദിക്കാൻ വേണ്ടി, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് രാധാറാണിയുടെ ഭാവം
അനുഭവിക്കാൻ വേണ്ടി അദ്ദേഹം വരുന്നു. കൂട്ടത്തിൽ അദ്ദേഹം ഇതെല്ലാം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അനുസംഗേ, ഇപ്പോൾ പ്രൈമറി റീസൺ എന്തായിട്ടാണ് പറയുന്നത്? രാധാറാണിയുടെ ഭാവം മനസ്സിലാക്കാൻ ശരിക്കും എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അതെ, അതാണ് ഫസ്റ്റ് റീസൺ, അതാണ് ഇൻറ്റേർണൽ റീസൺ അല്ലെങ്കിൽ ആന്തരിക കാരണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അനുസംഗേ, ബാക്കി രണ്ടാമത്തെ റീസണാണ് പ്രചരണം ചെയ്യാൻ, അതായത് ഹരേകൃഷ്ണ മഹാമന്ത്രമാണെങ്കിലും ഈ രസമാണെങ്കിലും ഇതെല്ലാം. അപ്പോൾ അദ്ദേഹം അനുഭവിക്കൽ മാത്രമല്ല, മനസ്സിലാക്കൽ മാത്രമല്ല, അതെന്താണെന്നും മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം. മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം അതാണ്. അവിടെ ഗോലോക വൃന്ദാവനത്തിലെ നികുഞ്ചങ്ങളിലുള്ള ആ ഒരു ഭാവം, രാധാ സഖി അല്ലെങ്കിൽ രാധാ പ്രിയ സഖി അല്ലെങ്കിൽ രാധാദാസ്യം എന്ന് പറയുന്ന ഒരു ഭാവം, മഞ്ജരി ഭാവം, രാധാദാസ്യം, ഇതൊക്കെ മഹാപ്രഭുവിൻ്റെ മഹാകാരുണ്യം കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതാണ്. അപ്പോൾ അതിനും വലിയൊരു, അതായത് അത് മഹാപ്രഭുവിൻ്റെ ശിഷ്യരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശീലരൂപ ഗോസ്വാമിയും മറ്റുള്ള ഗോസ്വാമിമാരെയും. പിന്നെ അവരാണ് പിന്നെ അത് പുസ്തകങ്ങളിൽ എഴുതുന്നതും അവരാണ് പുറമെ ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. കാര്യം അവരെല്ലാവരും രാധാദാസികളാണ് അവിടെയുള്ള ഗോലോക വൃന്ദാവനത്തിൽ. അപ്പോൾ അവർക്കറിയാം എന്താണെന്നുള്ളത്. മഹാപ്രഭുവിനെ സഹായിക്കുന്നു. അതാണ് പറയുന്നത്, അനർപ്പിത ചരിം ചിരാത് കരുണയാവ തീർന്നോ കലോ സമർപ്പയതും ഉന്നത ഉജ്ജ്വലരസാം സ്വഭക്തിശ്രയം. ആ ഉന്നത ഉജ്ജ്വലരസാം എന്ന് പറയുന്നതാണ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു ഭാവം. അപ്പോൾ അതെല്ലാം മഹാപ്രഭു പ്രചരിപ്പിക്കുന്നു കൂട്ടത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് അദ്ദേഹം ഇതെല്ലാം അനുഭവിക്കുക, അല്ലെങ്കിൽ കൃഷ്ണൻ ഇതെല്ലാം ടേസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. രാധാറാണിയുടെ ഭാവത്തിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഈ മാധുര്യ രസം. അപ്പോൾ അതും സാധിച്ചു. അപ്പോൾ അതാണ് ആദ്യത്തെ റീസൺ, പ്രൈമറി റീസൺ. സെക്കൻഡറി റീസൺ ഈ പറഞ്ഞ പോലെ പ്രചരണം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം 224. വിശ്വേഷാമനുരഞ്ജനേന ജയൻ ആനന്ദമിന്ദീവരാ ശ്രേണി ശ്യാമള കോമളേർ ഉപയൻ അംഗോത്സവം സ്വച്ഛന്ദം വ്രജസുന്ദരാഭിർ അഭിതാ പ്രതി അംഗമാലിംഗിതാ ശൃംഗാരസഖിമൂർത്തിമാനിവ മധോ മുഗ്ധോ ഹരി ക്രീഡതി. ഗീതാ ഗോവിന്ദയിലെ ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. വിശേഷാമനുരഞ്ജനേന ജനയൻ ആനന്ദമിന്ദീവര ശ്രേണി ശ്യാമള കോമളൈരൂപനയൻ അംഗൈരനങ്കോത്സവം സ്വച്ഛന്ദം വ്രജസുന്ദരീഭിരഭീത പ്രത്യംഗമാലിംഗിതാഃ ശൃംഗാരാസഖിമൂർത്തിമാനിവാമധോ മുക്തോ ഹരി ക്രീഡതി. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ പ്രിയ സഖികളെ, ശ്രീകൃഷ്ണൻ വസന്തകാലം ആസ്വദിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ഗോപികമാർ അവിടുന്നിന്റെ ഓരോ അംഗങ്ങളും ആശ്ലേഷിക്കുമ്പോൾ അവിടുന്ന് ശൃംഗാരപ്രേമത്തിന്റെ മൂർത്തിരൂപമാകുന്നു. തന്റെ അതീന്ദ്രിയ ലീലകളാൽ അവിടുന്ന് ഗോപികമാരുടെയും സമഗ്ര സൃഷ്ടിയെയും ഉത്തേജിപ്പിക്കുന്നു. അവിടുന്ന് നീലത്താമരകൾക്ക് സദൃശമായ തന്റെ നീലക്കാർ വർണ്ണമുള്ള മൃദുലമായ കരചരണങ്ങളാൽ കാമദേവന് വേണ്ടി ഒരു ഉത്സവം സൃഷ്ടിക്കുന്നു. ഭാവാർത്ഥം. ഗീതാ ഗോവിന്ദത്തിൽ 1:11 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഇത് മാധുര്യ രസത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ് ഗീതാ ഗോവിന്ദിലെ. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ഹൈ ലെവലാണ്. ഇദ്ദേഹം ചില ജയദേവ് ഗോസ്വാമിയുടെ ഗീതാ ഗോവിന്ദം അത് വായിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ വേണം. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലായി, ഗോപികമാരും ആ കൃഷ്ണനും രാധാറാണിയും അല്ലേ, അവർക്കുള്ള പരസ്പരമുള്ള മാധുര്യ പ്രേമം എന്താണ്, ആ ഒരു ഭാവം എന്താണ്, കോൺജുഗൽ ലവ് അല്ലെങ്കിൽ മാധുര്യ രസം, മാധുര്യ പ്രേമം അതെന്താണ് എന്നുള്ളതാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. കൃഷ്ണനെയും ഇവിടെ ഈ ഒരു ഉദാഹരണത്തിൽ ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത്. ഓക്കെ. 225. ശ്രീകൃഷ്ണ ചൈതന്യ ഗോസായ രസേ രസ് സാധന. ശ്രീകൃഷ്ണ ചൈതന്യ ഗോസായ രസേ രസ് സാധന അശേഷ വിശേഷ കൈല രസ ആസ്വാദന.
യെസ്. हरे कृष्ण प्रभु। श्री कृष्ण चैतन्य गोसानी रसेन साधना आशेष विशेष कैल रस आस्वादना विवर्तन by श्री वेंकटेश सभे शरणारविंद भक्ति वेदांत स्वामी श्रील പ്രഭുപാദ് की जय. ഭഗവാൻ ശ്രീകൃഷ്ണ ചൈതന്യൻ രസത്തിന്റെ സദനമാണ്. രസത്തിന്റെ മാധുര്യം അനന്തമായ രീതികളിൽ അവിടുന്ന് സ്വയം ആസ്വദിച്ചു. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ, താങ്ക് യു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഇവിടെ എന്താ പറയുന്നത്? രസേര സദന. സദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീടോ അല്ലെങ്കിൽ റെസിഡൻസ് എന്ന് പറയാം. അപ്പോൾ എല്ലാ രസങ്ങളുടെയും സദനമാണ് റെസിഡൻസ്, അല്ലെങ്കിൽ എല്ലാ രസവും ഉണ്ട് മഹാപ്രഭുവിൽ. അങ്ങനെ മഹാപ്രഭു ഓഫ് കോഴ്സ് കൃഷ്ണനാണ്. അങ്ങനെ അദ്ദേഹം എല്ലാ ഭാവങ്ങളും എല്ലാ രസങ്ങളും അദ്ദേഹം ആസ്വദിക്കുന്നു എന്നാണ് പറയുന്നത്. സെയ്ദ്വാരേ പ്രവർത്തൈല കൈല യുഗധർമ്മ ചൈതന്യേര ദാസേ ജനേ ഏ സഭമർമ്മ. ഹരേ കൃഷ്ണ. സെയ്തരെ പ്രവർദായില കലിയുഗ ധർമ്മ ചൈതന്യേര ദാസേ ജാനേ ഏയി സഭമർമ്മ. വിവർത്തനം ഭാവാർത്ഥം മേസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം. അപ്രകാരം അവിടുന്ന് കലിയുഗധർമ്മത്തിന് നാന്ദി കുറിച്ചു. ചൈതന്യ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഈ സത്യങ്ങളെല്ലാം അറിവുള്ളതാണ്. ഭാവാർത്ഥം. ഗോപികമാരുടെ പ്രണയത്തിന്റെ കേവലാസ്വാദകനായ ശ്രീകൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. വിധേയഭാവത്തിൽ നിന്നുകൊണ്ടുള്ള അതീന്ദ്രിയ രസങ്ങളുടെ ആസ്വാദനത്തിനായി അവിടുന്ന് സ്വയം ഗോപികമാരുടെ ഭാഗം കൈക്കൊണ്ടു. ആ ഭാവത്തിലാണ് അവിടുന്ന് പ്രത്യക്ഷനായത്. അതേസമയം തന്നെ അവിടുന്ന് ഈ യുഗത്തിനു വേണ്ടിയുള്ള ധാർമ്മിക പ്രക്രിയ അത്യാകർഷകമായ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത ഭക്തന്മാർക്ക് മാത്രമേ ഈ അതീന്ദ്രിയ രഹസ്യം മനസ്സിലാവുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീ ചൈതന്യ മഹാപ്രഭു, അങ്ങനെ അദ്ദേഹം മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് അല്ലേ? അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം. ശിലപ്രഭുജിയോട് പറയുന്നു ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അങ്ങനെ അദ്ദേഹം പക്ഷേ എടുക്കുന്ന റോള് എന്താണ്? ആ ഒരു ഭഗവാൻ എന്നുള്ള ഭാവത്തിലോ അല്ലെങ്കിൽ ആ ഒരു രസരാജ് എന്നുള്ളൊരു ഭാവത്തിലല്ല വരുന്നത്. രസരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രസങ്ങളും എൻജോയ് ചെയ്യുന്നു. അല്ലെങ്കിൽ കൃഷ്ണനെ പറയുന്ന കൃഷ്ണൻ ബേസിക്കലി പറയുമ്പോൾ മറ്റുള്ള എല്ലാവരും കൃഷ്ണനെ സേവിക്കുന്നു. ഹീസ് ദ രസരാജ്. കൃഷ്ണനാണ് എല്ലാ രസങ്ങളും ആസ്വദിക്കുന്നത്. മഹാപ്രഭു പക്ഷേ ഇവിടെ ഭക്തരുടെ ഭാവത്തിൽ വരുന്നു അല്ലേ? ഭക്തരുടെ ഭാവം എന്താണെന്ന് കൃഷ്ണന് അല്ലേ? കൃഷ്ണനെ എല്ലാവരും ഭജിക്കുന്നു, ആരാധിക്കുന്നു. പക്ഷേ കൃഷ്ണൻ ഭഗവാൻ എല്ലാം സ്വീകരിക്കുന്നു, അദ്ദേഹത്തിന് അറിയാം. പക്ഷെ ഒരു ഭക്തന്റെ ഉള്ളിൽ ഉണ്ടാവുന്നത് എന്താണെന്നാണ് കൃഷ്ണൻ അറിയേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് മഹാപ്രഭു രാധാറാണിയുടെ ഭാവം എടുത്തു വരുന്നത്. അത് മനസ്സിലായി നമുക്ക് അല്ലേ? എന്നാൽ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. പലപ്പോഴും ഇവിടെ രസം ആസ്വദിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവം ഒരിക്കലും ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു മൂഡിലല്ല അദ്ദേഹം വന്നിട്ടുള്ളത്. അതായത് ഉദാഹരണത്തിന് പല എന്താ പറയുക അപസമ്പ്രദായങ്ങളും മഹാപ്രഭുവിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം കുറേ അപസമ്പ്രദായങ്ങൾ വന്നു. അതിൽ ചില അപസമ്പ്രദായങ്ങൾ എങ്ങനെയായിരുന്നു? അതായത് ഇദ്ദേഹം കൃഷ്ണൻ തന്നെയാണ്, അതായത് മഹാപ്രഭു കൃഷ്ണൻ തന്നെ എന്ന് പറഞ്ഞ് അപ്പോൾ ഗോപികമാരുടെ കൂടെ രാസലീല ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ രാസലീല ചെയ്യുന്നു. ആ ഒരു മൂഡല്ല മഹാപ്രഭുവിന്. മഹാപ്രഭു നേരെ മറിച്ച് ഭക്തൻ്റെ ഭാവമാണുള്ളത്, അല്ലാതെ എൻജോയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു മൂഡിലല്ല ഇരിക്കുന്നത്. അപ്പോൾ ഈ അപസമ്പ്രദായത്തിൽ എന്താണ് അവർ ചെയ്തത്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ പോലെ എല്ലാം അവർ പറയുന്നു മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ് അംഗീകരിച്ചു. പക്ഷേ അതേപോലെ രാസലീല ചെയ്യുന്നു. മഹാപ്രഭു സ്ത്രീകളുമായിട്ട് രാസലീല ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാക്ട്ലി ഓപ്പോസിറ്റ് മൂഡാണ്. അങ്ങനെ ഒരു മൂഡല്ല മഹാപ്രഭുവിനുള്ളത് അല്ലേ? ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവം അങ്ങനെയല്ല. അദ്ദേഹം ഭക്തഭാവത്തിലാണ് വന്നിട്ടുള്ളത്, എൻജോയ്മെൻ്റ് എന്നുള്ള രീതിയിലല്ല. അപ്പോൾ ഇവിടെ നമ്മളത് ശരിക്കും മനസ്സിലാക്കണം എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. കൃഷ്ണ രസരാജാണെങ്കിലും അദ്ദേഹം എല്ലാ രസങ്ങളും ആസ്വദിക്കുന്നുണ്ട്, ശരിയാണ്. എന്നാൽ ഒരു ഭക്തൻ്റെ ഭാവം മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം മഹാപ്രഭുവായിട്ട് വരുന്നു. അതാണ് പറയുന്നത്. കൃഷ്ണൻ തന്നെയാണ് വന്നിട്ടുള്ളത്, അതിന് സംശയമൊന്നുമില്ല. കൃഷ്ണൻ തന്നെയാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു, അതിന് വ്യത്യാസമില്ല. ഓക്കെ, നമുക്ക്
200 അടുത്ത ശ്ലോകം. അദ്വൈതാചാര്യ നിത്യാനന്ദ ശ്രീനിവാസ ഗദാധര ദാമോദര മുരാരി ഹരിദാസ ആരയത ചൈതന്യ കൃഷ്ണേര ഭക്തഗണ ഭക്തഭാവേ ശിരേധാരി സബര ചരണ. യെസ്. ഹരേ കൃഷ്ണ. അദ്വൈതാചാര്യ നിത്യാനന്ദ ശ്രീനിവാസ ഗദാധര ദാമോദര മുരാരി ഹരിദാസ ആരായത ചൈതന്യ കൃഷ്ണേര ഭക്തഗണ ഭക്തിഭാവേ ശിരേധരി സഭാരാചരണ. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം ഭാവാർത്ഥം. അദ്വൈതാചാര്യൻ നിത്യാനന്ദ പ്രഭു, ശ്രീവാസ പണ്ഡിതൻ, ഗദാധര പണ്ഡിതൻ, സ്വരൂപ ദാമോദരൻ, മുരാരി ഗുപ്ത, ഹരിദാസ ഠാക്കൂർ എന്നിവർക്കും ശ്രീകൃഷ്ണ ചൈതന്യന്റെ മറ്റു ഭക്തന്മാർക്കും ഞാൻ ഭക്തിപുരസ്സരം ശിരസ് നമിച്ച് അവരുടെ ചരണാരവിന്ദങ്ങൾ എന്റെ ശിരസിൽ ഏറ്റുവാങ്ങുന്നു. ഭാവാർത്ഥം. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ നാം സത്യത്തിൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ അത്തരം വിശ്വസ്ത ഭക്തന്മാർക്കെല്ലാം നിർബന്ധമായും ആദരപ്രണാമങ്ങൾ അർപ്പിക്കണമെന്ന് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിന്റെ ഗ്രന്ഥകർത്താവ് നമ്മളെ ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ്. ശീല അദ്വൈതാചാര്യ നിത്യാനന്ദ പ്രഭു, ശ്രീവാസ് പണ്ഡിറ്റ്, ശ്രീവാസ് ഠാക്കൂർ, ഗദാധർ പണ്ഡിറ്റ്, സ്വരൂപ് ദാമോദർ പ്രഭു, മുരാരി ഗുപ്ത, ശീല ഹരിദാസ് ഠാക്കൂർ, അങ്ങനെ എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് അവരുടെ മുമ്പിൽ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശീലപ്രഭുജി പറയുന്നത് എന്തിനാണ് നമസ്കരിക്കുന്നത്? കാര്യം ഇവരെല്ലാം മഹാപ്രഭുവിൻ്റെ പാർഷദരാണ്. അപ്പോൾ ഈ പാർഷദരെ ഇവരെല്ലാവരും ശുദ്ധഭക്തരാണ്, നിത്യസിദ്ധരാണ്. അപ്പോൾ പാർഷദരാകുമ്പോൾ അവരുടെ മഹാകാരുണ്യം ഉണ്ടെങ്കിലേ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെക്കുറിച്ചും മഹാപ്രഭുവിൻ്റെ ലീലകളും മഹാപ്രഭു പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും നമുക്ക് തത്വങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹം നമുക്ക് വേണം. അതുകൊണ്ട് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി നമ്മളെ പഠിപ്പിക്കുകയാണ്. അദ്ദേഹം ചൈതന്യ ചരിതാമൃതം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം എഴുതാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇവരുടെ അനുഗ്രഹത്തിനായി അദ്ദേഹം അവരുടെ മുമ്പിൽ നമിക്കുന്നു. അപ്പോൾ നമ്മളും ചൈതന്യ ചരിതാമൃതം പഠിക്കുന്നവർക്കും ഇത് ഓർക്കണം. മഹാപ്രഭുവിനെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർഷദരുടെ അനുഗ്രഹം വേണം എന്നുള്ളത് അല്ലേ? നമ്മളെപ്പോഴും പറയുന്ന പോലെ കൃഷ്ണനിലേക്ക് എത്തുക, ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ രാധാറാണിയുടെ സഹായം വേണം. അല്ലെങ്കിൽ അവിടെ കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇപ്പോൾ വാത്സല്യ രസത്തിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യശോദാറാണിയുടെ അനുഗത്യയിലായിരിക്കണം നമ്മൾ, അല്ലെങ്കിൽ യശോദാറാണിയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്. യശോദാറാണിയുടെ അനുഗ്രഹം വേണം നമുക്ക് അല്ലേ? അപ്പം അതേപോലെ ഇവരെല്ലാവരും മഹാപ്രഭുവിൻ്റെ പാർഷദരാണ്, അദ്ദേഹത്തിൻ്റെ ലീലകളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്, എല്ലാവരും നിത്യസിദ്ധരാണ്. അപ്പോൾ അവരെല്ലാവരുടെയും അനുഗ്രഹവും എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. ചൈതന്യ ചരിതാമൃതം പഠിക്കുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും ഒക്കെ. അപ്പോൾ അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി. അദ്ദേഹവും ഈ കൂട്ടത്തിലൊരാളാണെങ്കിൽ പോലും അദ്ദേഹം ഇവിടെ ഒരു ഗ്രന്ഥം എഴുതുന്ന റോളിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് എന്നുള്ളത്. ഓക്കെ, അടുത്ത ശ്ലോകം 229. षष्ठश्लोकेराये कैल आभास मूलश्लोकेर अर्थ शूनकर्ये प्रकाश. ഹരേ കൃഷ്ണ. ഷഷ്ഠ ശ്ലോകേര ഏകഹീല ആഭാസ മൂലശ്ലോകേര അർത്ഥ ശൂന കരിയേ പ്രകാശ. വിവർത്തനം ബൈ ശ്രീവേന്ദ്രി സഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ 6-ാം ശ്ലോകത്തിന്റെ ഒരു സൂചന നൽകി. ഇപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്ന ആ മൂല ശ്ലോകത്തിന്റെ അർത്ഥം ദയവായി കേൾക്കൂ. ഹരേ കൃഷ്ണ. അപ്പോൾ 6-ാമത്തെ ശ്ലോകം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആന്തരിക കാരണം, മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ശ്ലോകമാണ്. ഈ ഒരു അധ്യായത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇടയിൽ തുടക്കത്തിൽ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ശീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ആ ശ്ലോകം വീണ്ടും എടുത്തുകൂടെ കോട്ട് ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം ഇനിയുള്ള ശ്ലോകങ്ങളിൽ അത് പൂർണ്ണമാക്കുകയാണ് ചെയ്യുന്നത്. ഈ ശ്ലോകം നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ നിർത്താം. ബാക്കി ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. ശ്രീരാധായ പ്രണയമഹിമാ കീദൃശോ വാനയേവ സ്വാദ്യോ യേനാദ്ഭുതമധുരിമാ കീദൃശോ വാ മദീയ
സൗഖ്യം ചാസ്യമത് അനുഭവതാ കീദൃശം വേതി ലോഭാത് തദ്ഭാവാധ്യായി സമജനി ശചിഗർഭസിന്ധോ ഹരിന്ദോ. ഹരേ കൃഷ്ണ. ശ്രീരാധായ പ്രണയം കീദൃശോ വാനജീവാ സാധ്യോ യേനാദ്ഭൂതമധുരിമാ കീദൃശോ വാ മദീയ സൗഖ്യം ചാസ്യാമദനുഭവത കീദൃശം വേദി ലോഭാത് തദ്ഭാവാഢ്യ സമജനി ശചീഗർഭസിദ്ധോ ഹരിന്ദു. ഹരേ കൃഷ്ണ. ഇത് വായിക്കണ്ടേ പ്രഭു? വിവർത്തനം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് ജയ്. രാധാപ്രേമത്തിന്റെ മഹത്വവും ആ പ്രേമത്തിലൂടെ ശ്രീ രാധയ്ക്ക് മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന തന്നിലുള്ള അതിശയകരമായ ഗുണങ്ങളും തന്റെ പ്രേമത്തിന്റെ മാധുര്യം ബോധ്യമാകുമ്പോൾ അവൾക്ക് അനുഭവപ്പെടുന്ന പരമാനന്ദവും സ്വയം മനസ്സിലാക്കുവാൻ ഇച്ഛിച്ച ഭഗവാൻ ഹരി ശ്രീരാധയുടെ ഭാവവികാരങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ട് ശ്രീമതി ശചീദേവിയുടെ ഗർഭത്തിൽ നിന്ന് ആവിർഭവിച്ചു. സമുദ്രത്തിൽ നിന്ന് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതാണ് 3 കാരണങ്ങൾ നമ്മളെപ്പോഴും പറയുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണങ്ങളിലെ 3 കാരണങ്ങൾ നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. 3 കാരണങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്താണ്? രാധായ പ്രണയ മഹിമ, ശ്രീമതി രാധാറാണിയുടെ പ്രണയത്തിൻ്റെ മഹിമ മനസ്സിലാക്കുവാൻ 1. 2, ശ്രീ സ്വാദ്യോ യേനാദ്ഭുത മധുരിമ കീദൃശോ, അതായത് ശ്രീമതി രാധാറാണി കൃഷ്ണനിൽ കാണുന്ന അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, രാധാറാണി ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്നുള്ളതും 2ാമത്തെ കാരണം. അത് എന്താണെന്ന് മനസ്സിലാക്കാൻ. 3ാമത്തെ, നേരത്തെ പറഞ്ഞ നമ്മളെ ഷുഗർ ക്യൂബിൻ്റെ അല്ലെങ്കിൽ ശർക്കരയുടെ എക്സാമ്പിൾ. 3ാമത്തെ ഉദാഹരണം, ശ്രീമതി രാധാറാണി അല്ല കൃഷ്ണൻ രാധാറാണിയോട് സ്നേഹം കാണിക്കുമ്പോൾ രാധാറാണിയുടെ ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ഭാവം എന്താണ്, വികാരങ്ങൾ എന്താണ്, ഭാവം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കുവാനാണ്. അതിന് 3 കാരണങ്ങൾ പറയുന്നു ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ. അപ്പോൾ ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തിൻ്റെ ആന്തരിക കാരണം. അങ്ങനെ അദ്ദേഹം ശ്രീ ശചിമാതയുടെ ഗർഭത്തിൽ എങ്ങനെയാണോ ചന്ദ്രൻ ഉദിക്കുന്നത്, അതേപോലെ ശചിഗർഭ സിന്ധു ഹരിന്ദു ശ്രീകൃഷ്ണ ചൈതന്യ മഹാപ്രഭു അദ്ദേഹം അവതരിക്കുന്നു. അപ്പോൾ അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ബാക്കി ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി താഴെ പറയുന്നു. മഹാപ്രഭുവിൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, മഹാപ്രഭുവിൻ്റെ പാർഷദരുടെ കാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ശ്രീ ചൈതന്യ ചരിതാമൃത കി ജയ്, ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കി ജയ്, ശ്രീ ചൈതന്യ മഹാപ്രഭു, ശ്രീ നിത്യാനന്ദ പ്രഭു, ഗൗര പാർഷദ് की जय, गौड़ीय गुरुवृंद की जय, निताय गौर हरि 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 बोल. हरे कृष्णा. थैंक यू प्रभु. हरि बोल. हरे कृष्णा. थैंक यू. हरे कृष्ण प्रभु. പ്രണാമം പ്രഭു. പ്രഭു സമയം ഉണ്ടെങ്കിൽ എനിക്ക് സ്വകീയ ഭാവവും പരകീയ ഭാവവും ഒന്ന് പറഞ്ഞു തരുമോ പ്രഭു? സ്വകീയ ഭാവം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ്വാരകയിലുള്ളത്, അതായത് അത് നോർമൽ മാരിറ്റൽ റിലേഷനെയാണ് സ്വകീയ ഭാവം എന്ന് പറയുന്നത്. വിവാഹം കഴിക്കുന്നു കൃഷ്ണൻ രാജ്ഞിമാരെ, രുക്മിണി ദേവിയും കൃഷ്ണനും തമ്മിലുള്ള റിലേഷനെ സ്വകീയ ഭാവം അല്ലേ. എന്നാൽ അവിടെ ഒന്നും മറച്ചു വെക്കുന്നില്ല, അത് ഒഫീഷ്യലി വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ പരകീയ ഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പരകീയ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫീഷ്യലി കല്യാണം കഴിക്കുന്നില്ല, പക്ഷേ അവർ തമ്മിൽ കാണുന്നു. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ, അതായത് അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള എല്ലാ ഈ പറയുന്ന ജട്ടില കുട്ടില അവരെല്ലാവരും. അപ്പോൾ അതിനൊരു നല്ലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് തുറന്ന പാത്രത്തിൽ കുക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യാൻ സാധിക്കും. പ്രഷർ കുക്കറിലാവുമ്പോൾ എങ്ങനെയായിരിക്കും വ്യത്യാസം? അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടും അല്ലേ. അതിനുള്ളിൽ ഫുൾ പ്രഷറാണ്.
മറ്റേത് ഈ മറ്റേ സ്വകീയം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നോർമൽ പാത്രത്തിൽ പാചകം കുക്ക് ചെയ്യുന്ന പോലെയാണ്. എന്നാൽ ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലാണെങ്കിൽ ഫുൾ പ്രഷറാണ്. അപ്പോൾ അതായത് പിന്നെ ആ പ്രഷർ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗം നോക്കുന്ന പോലെ പരകീയ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണ ഒരു മിനിറ്റ്, ഇവിടെ ബെല്ലടിക്കുന്നു, എന്നോട് ക്ഷമിക്കണം.